Hi everyone, it's me Neetu. Welcome to my new video. First of all, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ വർഷത്തിലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നടക്കാതെ പോയിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളെല്ലാം ഈ ഒരു വർഷം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുതിയൊരു വർഷം അല്ലെങ്കിൽ പുതിയൊരു തുടക്കം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പോസിറ്റീവ് കാര്യം ഷെയർ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. മറ്റൊന്നുമല്ല, നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് കഴിഞ്ഞ 2024 എന്നുള്ളൊരു വർഷം അത്ര നല്ലതായിരുന്നില്ല. അത് മറ്റൊന്നുമല്ല, ഇവിടെ ഗവൺമെന്റായ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഇമിഗ്രേഷൻ ചേഞ്ചസും റൂൾ റെസ്ട്രിക്ഷനും ഒക്കെ തന്നെയാണ്. അത് ഓൾറെഡി ഇതിനെക്കുറിച്ച് എൻക്വയറിയും റിസർച്ചൊക്കെ ചെയ്തിരിക്കുന്നവർക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ. കഴിഞ്ഞു പോയൊരു ജാനുവരി ടു മാർച്ചിൽ ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് മെയിനായിട്ട് സ്റ്റുഡൻറ് വിസയിലും അല്ലാതെ കുറച്ച് വിസകളിലൊക്കെയാണ് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നാട്ടിലിരിക്കുന്ന പോലെയല്ല, അറ്റ് എ ടൈം യു കെയിലുള്ളവരും അതിൽ ചില റൂളുകൾ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് എസ്പെഷ്യലി ഉദ്ദേശിക്കുന്നത് ഫാമിലി ആയിട്ട് വരാൻ ആഗ്രഹിച്ചിരുന്നവരാണ്. സ്റ്റുഡൻറ് വിസയിൽ തന്നെ അവരുടെ ഫാമിലിനെ ഡിപ്പെൻഡൻസ് ആയിട്ട് അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ അവരെയാണ് ഞാൻ എസ്പെഷ്യലി ഉദ്ദേശിച്ചത്. അപ്പോൾ അവർക്ക് അത്ര നല്ല വർഷമായിട്ടുണ്ടായിരുന്നില്ല. കുറേ പേരൊക്കെ എനിക്ക് പരിചയത്തിലുള്ള കുറേ പേരൊക്കെ അവരുടെ പ്ലാനുകളൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റൂൾസ് ചേഞ്ചിന് ശേഷം അവരുടെ പ്ലാനൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ എനിക്ക് അതിനുശേഷം വന്നവരെ കുറച്ച് പേരും അറിയാം. പക്ഷെ അവർ വന്നിരുന്നവരൊക്കെ അവർ സിംഗിൾ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫാമിലിയൊക്കെ നാട്ടിലാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും അവരുടെ കുട്ടികളെയും അവരുടെ ഫാമിലിനെയും നാട്ടിൽ നിർത്തിയിട്ട് ഒറ്റയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള കാര്യമാണ്. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്ന് കരുതിയത്. മറ്റൊന്നുമല്ല, ഇപ്പം കറന്റ് യു കെയിലെ ചില യൂണിവേഴ്സിറ്റികൾ എഗെയിൻ സ്റ്റുഡൻറ് വിസ അവരുടെ ഫാമിലിനെ, അതായത് ഡിപ്പെൻഡൻസ് അലോ ചെയ്തുകൊണ്ട് സ്റ്റുഡൻറ് വിസ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഉള്ളൊരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ പ്ലാനൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്തവർക്കാണെങ്കിൽ ഒന്നും കൂടി റീവർക്ക് ചെയ്ത് ആ പ്ലാനൊക്കെ റീഓപ്പൺ ചെയ്യാനുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ലാൻഡ്ഷെയർ, വോൾഹാംപ്ടൺ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവരൊരു സ്പെഷ്യൽ പ്രോഗ്രാംസ്, മാസ്റ്റേഴ്സിന് ഈക്വൽ ആയിട്ട് തന്നെയുള്ള മാസ്റ്റേഴ്സ് റിസർച്ച് പ്രോഗ്രാംസുകൾക്ക് സ്റ്റുഡൻറ് വിസ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ അലൗ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും പുതിയതായിട്ട് റൂളിന് ശേഷമൊക്കെ വന്നിട്ടുള്ള പ്രോഗ്രാംസ് ആയതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടോയെന്ന് കരുതും. കോഴ്സിൽ നമുക്ക് അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഇത്രയും നാൾ മാസ്റ്റേഴ്സ് കോഴ്സിന് സ്റ്റുഡൻസ് വന്നിരുന്ന പോലെ തന്നെ ഒരു വിധത്തിലുള്ള എല്ലാ ഓഫേഴ്സുകളും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കോളർഷിപ്പ്, ഇന്റർനാഷണൽ സ്കോളർഷിപ്പ് ആണെങ്കിലും ഫസ്റ്റ് അടയ്ക്കുന്ന ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റിലാണെങ്കിലും IELTS മെയിനായിട്ട് വരുന്ന IELTS വേവിയർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു കെ എന്നുള്ള ഒരു പ്ലാൻ, യു കെയിലേക്ക് ഫാമിലി ആയിട്ട് വരാനുള്ള ഒരു പ്ലാൻ നിങ്ങളവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അത് റീവർക്ക് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്ത് ഇനി വരുന്ന ഇൻടേക്കിലേക്ക്, എനിക്ക് തോന്നുന്നു ജാനുവരി, മെയ്, സെപ്റ്റംബറിന് വരുന്ന ഇൻടേക്കിലേക്ക് ഈ കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി നിങ്ങൾ എൻക്വയറി ചെയ്യുക. ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമതൊരു കൺസേൺ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓക്കെ ആയിരുന്നുണ്ടെങ്കിൽ തന്നെ രണ്ടാമത് ഫാമിലി ആയിട്ട് വരുന്നവരുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ തന്നെയായിരിക്കും. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഇങ്ങോട്ട് വരുന്നവരെല്ലാവരും തന്നെ ഒരു ആവറേജ് ഫാമിലിയിൽ നിന്ന് ഉള്ളവരായിരിക്കും. ആവറേജിൽ ഒരു എബോവ് ആവറേജ് ഫാമിലിയിൽ നിന്നായിരിക്കും. ഇൻക്ലൂഡിങ് മീ, ഞാനും ഒരു മോഡറേറ്റ് ഫാമിലിയിൽ നിന്ന് വന്നുള്ള ഒരാളാണ്. അങ്ങനെയുള്ള എല്ലാവർക്കും ഉണ്ടാകുന്നത് തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ, ഇതിന്റെ ഫണ്ടിങ്ങും ഇതെല്ലാം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ഒരു കൺസേൺ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. വേറൊന്നുമല്ല, ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇങ്ങോട്ടുള്ള ഫീസിന്റെ ചെറിയൊരു ഡെപ്പോസിറ്റ് മാത്രമാണ് ഞാൻ നാട്ടിൽ നിന്ന് പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇങ്ങോട്ടുള്ള വരാനുള്ള എക്സ്പെൻസസും. അതിനുശേഷം ഇവിടെ വന്നിട്ടുള്ള എല്ലാ രീതിയിലുള്ള എക്സ്പെൻസ് ആണെങ്കിലും കോളേജിലേക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലത്തെ ഫീസും കാര്യങ്ങളും ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസും എല്ലാം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതെല്ലാം ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ ദൈവാനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാം ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ അതെല്ലാവർക്കും സാധിക്കും. അത് പറയാൻ കാരണം, ഞാനിവിടെ വരുമ്പോൾ എൻ്റെ മോൾക്ക് ജസ്റ്റ് 8 മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഈ 2 കുട്ടികളെ വെച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ പറഞ്ഞ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫാമിലി ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും അത് സാധിക്കും. എനിക്കറിയാവുന്ന ഓൾമോസ്റ്റ് കുറേ പേർക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ സാധിച്ചിട്ടുണ്ട്. ഇല്ലാത്തവരുണ്ട്. വളരെ ചെറിയൊരു സിറ്റുവേഷൻസ് ഒക്കെ കാരണം അങ്ങനെ നടക്കാതെ പോയിട്ടുള്ളവരുണ്ട്. പക്ഷെ ഇതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കും സ്ട്രഗിൾസും ഒക്കെ ഉണ്ട്. ഒന്നും ഈസി ആയിട്ട് നടക്കില്ല. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്യാനും തയ്യാറാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കും നടക്കും.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UK എന്നുള്ള പ്ലാന് ഫുള്ളായിട്ട് വിട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് റീ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ടൈം വന്നിരിക്കുകയാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്നെ അതിന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഓരോ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ചാൻസസ് ഒക്കെ ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ തയ്യാറാണെങ്കിൽ നമുക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. അതല്ലാതെ നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ടൊന്നും ഇടാണ്ട് ഒന്നും നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഓക്കെയാണ്. നമ്മൾ ഇത്രയും എക്സ്പെൻസ് കാലം മീറ്റ് ചെയ്ത് നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കാനുള്ള ആഗ്രഹത്തോടെയാണ്. എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിനുള്ള ഓപ്ഷൻസ് ഒക്കെ കുറേ പേര് വിട്ടിട്ട് യൂറോപ്പ് കൺട്രീസ് ഉദ്ദേശിക്കുന്നത് ഫാമിലി ആയിട്ട് നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പം അങ്ങനെ ആഗ്രഹം നമുക്ക് സാധിക്കണമെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. അപ്പം അതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വെരി ഓൾ ദി ബെസ്റ്റ്. വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.